പ്രിയ കൂട്ടുകാരെ, ഈ അവധിക്കാലം ഉല്ലാസഭരിതമാക്കുവാനും അതോടൊപ്പം നിങ്ങളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേസ്റ്റ് മെറ്റീരിയലായ ഉണങ്ങിയ വാഴയില ഉപയോഗിച്ച് റോസ് ഫ്ലവർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചെടുക്കുക. ആവശ്യത്തിന് പശ എടുക്കാം, ഒരു A4 ഷീറ്റ് പേപ്പർ, ഗ്രീൻ പേപ്പർ, ഫാബ്രിക് പെയിന്റ്, നൂല്, 20 മുതൽ 25 സെന്റിമീറ്റർ വരെ നമുക്ക് ഈർക്കിലി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫ്ലവർ മേക്കിംഗ് കമ്പിയാണ്. ആദ്യമായി 10 സെന്റിമീറ്റർ സമചതുരത്തിൽ, അതിനുശേഷം വാഴയിലയിൽ വെച്ച് വരച്ച് ഈ അളവിൽ കട്ട് ചെയ്യും. ആദ്യമായി ഈ ചതുരമായിട്ട് വെട്ടിയെടുത്ത വാഴയില കോണോട് കോൺ മടക്കുക. മടക്കി നന്നായിട്ട് പ്രസ് ചെയ്യും. അതിനുശേഷം ഈ മടക്കിന്റെ സൈഡിലേക്ക് ഈ കോണ് മടക്കുക. പിന്നീട് എതിർ ദിശയിലെ കോണും ഇതിനോട് ചേർത്ത് വയ്ക്കും. ശേഷം ഈ കോണും ഈ കോണും തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. മടക്കുകൾ നന്നായിട്ട് പ്രസ് ചെയ്യണേ. അതിനുശേഷം ഈ രണ്ട് സൈഡും ചെറുതായിട്ട് ചുരുട്ടുക. അതിനുശേഷം നമ്മുടെ ഇടത് കൈയിലെ തള്ളവിരൽ ഇങ്ങനെ വെച്ചതിന് ശേഷം താഴ്വശത്തെ ഭാഗം ചുരുട്ടുക. അപ്പോൾ നമുക്ക് പൂവിന്റെ ഇതൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മടക്കിയെടുത്തത് 5 എണ്ണം നമുക്ക് ആവശ്യമാണ്. ഇനി ഒരു ഈർക്കിലി എടുത്ത് അതിനെ നടുവിലായിട്ട് വെച്ച് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഇനി അടുത്ത ലീഫ് എടുത്തിട്ട് ഇതിന് അഭിമുഖമായിട്ട് നൂല് വെച്ച് ചുറ്റുക. പിന്നെ നൂല് കൊണ്ട് ഇങ്ങനെ പൂവ് കമഴ്ത്തി പിടിച്ചതിന് ശേഷം അല്പം വലിച്ച് ചുറ്റുക. ചുറ്റിയതിന് ശേഷം പൂവ് നേരെ പിടിക്കുക. പിന്നെ താഴേക്ക് ഇല വെട്ടുന്ന രീതി നോക്കാം. ആദ്യമേ ഇല എടുത്ത് രണ്ടായിട്ട് മടക്കുന്നു. പിന്നെ ഒന്നും കൂടി മടക്കിയതിന് ശേഷം താഴെ നിന്നും റോസയുടെ ഇലയുടെ ഷേപ്പ് അനുസരിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇലയുടെ ഷേപ്പ് ഇതുപോലെ കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് പച്ച നിറം ഇലയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്ലവർ മേക്കിംഗ് കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിക്കൊടുക്കുക. ഇലയുടെ നടുക്കായിട്ട് സ്വല്പം പച്ച തേക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ തണ്ട് ഇതിലേക്ക് ഒട്ടിച്ചു പൂവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ഇലകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കാം, നിവർത്തി വെക്കാം. ഇതുപോലെ നമുക്ക് പൂക്കൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് റെഡ് കളറാണ്. ഇതുപോലെ നമുക്ക് വിവിധ നിറത്തിലുള്ള കളർ അടിച്ച് പൂക്കൾ ഭംഗിയാക്കാവുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ ഷോക്കേസിൽ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റും.